കുംഭമേളയ്ക്ക് എങ്ങനെ പോവാം, എത്ര രൂപ ചെലവാകും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. കൊടകരയിൽ നിന്നാണ് നമ്മുടെ യാത്രയുടെ തുടക്കമുള്ളത്. കല്ലട ബസ്സിലാണ് കയറുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു സ്ലീപ്പർ ബസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. 2500 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലേക്കുള്ള ബസ്സാണ് യാത്രയ്ക്കായിട്ട് നമുക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നത് 5 മണിയോടുകൂടിയാണ്. നാളെ 12 മണിയോടുകൂടിയാണ് ഹൈദരാബാദ് എത്തുന്നത് വിചാരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം 12:30 ഹൈദരാബാദിലേക്ക് എത്തി. ലോങ് സർവീസ് ബസ്സുകൾ ഹൈദരാബാദ് സിറ്റിയുടെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിൻ്റെ ഔട്ടറിലാണ് ബസ്സുകളെല്ലാം നിർത്തിയിടുക. അതിനുശേഷം നമ്മളൊരു ഊബർ വിളിച്ചിട്ടാണ് ഇനി അടുത്ത ബസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഹൈടെക് സിറ്റിയുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബൈക്കാണ് നമ്മൾ ഊബറായിട്ട് തിരഞ്ഞെടുത്തത് കേട്ടോ. സിറ്റിയുടെ കാഴ്ചകൾ കൂടുതൽ അറിയാനായിട്ട് ബൈക്ക് യാത്ര നല്ലൊരു ഉപകാരമായിരുന്നു. ഇനി നല്ല വിശപ്പുണ്ട്. അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി. ബുഫേ സിസ്റ്റം ആയിരുന്നു ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. 130 രൂപയായേ ഉള്ളൂ എനിക്ക് എല്ലാ ഫുഡും കൂടി വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത യാത്ര ഹൈദരാബാദിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ഇതാണ്. 2800 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ മധ്യപ്രദേശ് എത്തി. കടൽവാടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു. മിക്കതും ദൂരപ്രദേശങ്ങളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ വണ്ടി ഇറങ്ങുന്നത് ഒരു ചെറിയ ചായക്കടയിലേക്കാണ്. ഇതാണ് പോഹ കഴിച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോഹ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് പറയണേ. ഇത് ടോണിയാണ്. ചേർന്ന ബസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. കേരളത്തിൽ നിന്ന് പ്രയാഗ്രാജ് വരെയുള്ള ദൂരത്തിൻ്റെ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കിട്ടിയ ഒരു മാപ്പാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. നിങ്ങളിപ്പോൾ കാണുന്നത് നിറഞ്ഞ് പരന്ന് വിശാലമായി കിടക്കുന്ന കടുകുപാടങ്ങളാണ്. ഒരുപാട് അങ്ങേയറ്റം കണ്ണെത്താ ദൂരത്തോളം ഈ പാടങ്ങൾ നമുക്ക് ഒരു കുളിർമയുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം 5 മണിയോടുകൂടി നമ്മൾ ത്രിവേണി സംഗമ വേദിയായ പ്രയാഗ്രാജിലെത്തി. ബസ്സിൽ നിന്ന് കിട്ടിയ 4 ഫ്രണ്ട്സും കൂടി ഒരു ഷെയർ ഓട്ടോ എടുത്തു. ഞങ്ങൾ സംഗമവേദിയിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാ വാഹനങ്ങളും സംഗമ സ്ഥലത്തിന്റെ 10 കിലോമീറ്റർ മുന്നേ ബ്ലോക്ക് ചെയ്യും. സോ അവിടെ നിന്ന് നമ്മൾ നടക്കണം ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. യമുനയുടെ മുകളിലൂടെ ഉള്ള ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് നേരെ ലേസർ ഷോ കാണാനായിരുന്നു. 7:30ക്കാണ് ലേസർ ഷോ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യാത്ര കുറച്ച് സ്പീഡിലാക്കിയാലാണ് ലേസർ ഷോ കിട്ടുക. ഒരു 9:30 വരെയായിരുന്നു ഷോ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് പറഞ്ഞു അധികം സ്പീഡിൽ പോകണ്ട, എന്നൊക്കെ കാണാം. ഇതാണ് ഗൈസ് ലേസർ ഷോ. ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ഡ്രോണിന്റെ ഷോ എല്ലാം കഴിഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഡ്രോൺ ഷോനെ കുറിച്ച്. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. ലേസർ ഷോ ആയിരുന്നു കാണിക്കുന്നത്. പ്രയാഗ്രാജിന്റെയും ഈ മഹാകുംഭമേളയുടെയും ഒരു ഒറിജിനെ കുറിച്ചാണ് ഈ ലേസർ ഷോ വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. क्यों ना आप स्वयं ही सभी पवित्र स्थानों का मूल्यांकन करें। ऐसा कीजिए, आप तुला के एक पलड़े पर सप्तपुरियों को रखिए और दूसरे पलड़े पर भगवान विष्णु के स्थायी निवास प्रयाग को रखिए, जिसका भार सबसे अधिक आए। मेरे विचार में वही सर्वश्रेष्ठ तीर्थ होगा। इस मूल्यांकन के परिणाम स्वरूप
5:30 ലേസർ ഷോ എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്കുള്ള പരിപാടികൾ: 1 ഫുഡ് കഴിക്കണം, 2 കിടക്കാനുള്ള ഫുഡ് സ്റ്റാളുകൾ അന്വേഷിച്ച്, ടെൻറ്റുകൾ അന്വേഷിച്ച്, പിന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നടക്കാം, പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഫുഡ് സ്റ്റാളിലേക്ക് എത്തി. ഇനി എല്ലാവരും കഴിക്കാൻ പോകുന്നത് പൂരിയും ചന മസാലയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് പ്ലേറ്റിലെല്ലാം ഇട്ട് ഇനി നമ്മൾ ചന മസാലയും പൂരിയും കഴിച്ചു. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഇനി നേരെ നമുക്ക് പോകേണ്ടത് ടെൻ്റ് അന്വേഷിച്ചിട്ടാണ്. അങ്ങനെ ടെൻ്റ് അന്വേഷിച്ചുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് ഫെസ്റ്റുകൾ കണ്ടു. പല സ്ഥലത്തും പലതരത്തിലുള്ള ഫെസ്റ്റുകളുണ്ട്. കുംഭമേളയോട് അനുബന്ധിച്ചുള്ള ഫെസ്റ്റുകൾ തന്നെയാണ് അതെല്ലാം കേട്ടോ. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ടെൻറ്റുകളുടെ അടുത്ത് എത്തി. പല റേറ്റിലും പല സൗകര്യങ്ങളിലും പല വിധത്തിലുള്ള ടെൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് 100 രൂപയ്ക്ക്, അതായത് ഒരാൾക്ക് 100 രൂപ എന്നുള്ള റേറ്റിലുള്ള ഒരു ടെൻറ്റ് തന്നെയായിരുന്നു. കാരണം ഒരാൾക്ക് 100 രൂപ അത്രയും മതിയായിരുന്നു. അതിനേക്കാളും നല്ല സൗകര്യങ്ങളുള്ള ഒരുപാട് ടെൻറ്റുകളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് നിർത്തില്ല. ഇനി രാത്രിയായി തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ തണുപ്പാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും ഇത്ര തണുപ്പ് നമ്മൾ വിചാരിച്ചില്ല. 10 ഡിഗ്രി വരെ താഴ്ന്നായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ഇനി ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ട്. നല്ലൊരു ഉറക്കത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ ഉള്ളത് സംഗമസ്ഥാനത്തേക്കുള്ള യാത്രയായിരിക്കും. അപ്പോൾ കാണാനുള്ളവരെല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആവുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്. പിന്നെ നാളെ കാണാം. എല്ലാവരും നാളെ കാണണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.